കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ? യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേരത്തെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതിയിൽ തൊപ്പി എന്ന നിഹാദിനെതിരെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഓപ്പറേഷൻ തുഫാൻ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും യോജിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അയ്യോ സാറ് സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെ. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഏറ്റവും വിഷമിക്കുന്നത്. മക്കളെ സ്കൂളിലും കോളേജിലും അയച്ചിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. അപ്പം നമുക്ക് ഭാവി തലമുറയെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? സർക്കാർ തന്നെ തൊപ്പിക്കെതിരെ രംഗത്തേക്ക് വരുന്ന രീതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് മാറിയത്? എന്താണ് നിഹാദിനെതിരെയുള്ള പ്രധാനപ്പെട്ട പരാതികൾ? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. ഇത്തരത്തിലൊരു ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് യുവതലമുറയെ ഒരേ സമയം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇത്തരത്തിൽ ലഹരി വസ്തുക്കളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് അശ്ലീല ചുവയോടുകൂടി നിരന്തരം സംസാരിക്കുകയും ഒരുപക്ഷെ പോൺ സൈറ്റുകളിലൊക്കെ കാണുന്ന വീഡിയോകളൊക്കെ തന്റെ ലൈവിലൂടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം ഒരു യുവാവ് ഇത്തരത്തിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും DGPയുടെ അന്വേഷണത്തെ എൻഡോഴ്സ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. അത് വേഗത്തിലാക്കാനും അതോടൊപ്പം തന്നെ അതിൽ അന്വേഷണത്തിന് ശേഷം കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഉറപ്പ് കൂടി രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ എടപ്പാളിലെത്തിയപ്പോൾ നടത്തുകയുണ്ടായി. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. നിഹാദിന്റെ കാര്യം സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ഒരുപാട് അസ്വാഭാവിക പ്രവർത്തനങ്ങളുമായാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. കിക്ക് എന്ന സ്ട്രീം പ്ലാറ്റ്ഫോമിലാണ് ആദ്യം ഈ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഗെയിമിംഗ് ആണ് പ്രധാനമായും രീതി. പിന്നീട് അത് യൂട്യൂബിലേക്ക് അടക്കം കടക്കുകയും നിരവധി ഫോളോവേഴ്സ് ഇദ്ദേഹത്തെ നിരന്തരം ഫോളോ ചെയ്യും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ്, പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ. ഇവനെയൊക്കെ വള്ളിച്ചൂടിനടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. നിരന്തരം ഇയാളെ ഫോളോ ചെയ്യുകയും ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മഹത്തരമാണെന്നും, അതായത് ലൈവിൽ തെറി വിളിക്കുകയും അശ്ലീല പ്രദർശനം നടത്തുകയും ഒക്കെ വളരെ അതൊക്കെയാണ് യുവത്വത്തിൻ്റെ പ്രസരിപ്പിൻ്റെ അടയാളം എന്ന് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളുകളോട് തട്ടിക്കയറുന്നതും ഒക്കെയാണ് തങ്ങളുടെ രീതി, അതൊക്കെയാകണം തങ്ങളുടെ രീതി എന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ശരിയാ. തൊപ്പി ഒരു ആഹ്വാനം നൽകിയാൽ അതിൽ പുറകെ ഇറങ്ങാൻ പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കുട്ടികളുള്ള കാലം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സമീപകാലത്ത് പിന്നീട് അദ്ദേഹം ഒരു MRZ എന്ന പേരിൽ ഒരു ഗാങ് രൂപീകരിക്കുന്നു. നിരവധി ഗാങ് മെമ്പേഴ്സിനെയും അതിൽ ഉൾപ്പെടുത്തുകയാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സ് രൂപപ്പെടുത്തുന്നു. ഇവരൊക്കെ ഇന്ന കഥാപാത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിൽ ഇഞ്ചക്ട് ചെയ്യിപ്പിക്കുന്നു. ആ കഥാപാത്രങ്ങൾക്കും വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുന്നു. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ. എന്നാൽ 3 മാസങ്ങൾക്ക് മുൻപ് ഈ ഗാങ് തെറ്റിപ്പിരിയുകയും അതിന് പിന്നാലെ ഈ ഗാങ്ങിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ, പ്രത്യേകിച്ച് ഷമീർ, ജാസി, മമ്മു എന്നൊക്കെ പേരുള്ള ആളുകൾ പുറത്തു വരികയും അവർ നിരന്തരം ഈ തൊപ്പി എന്ന നിഹാദിനെതിരെ വീഡിയോകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വിവിധ തെളിവുകൾ പുറത്തുവിടുന്നു. ഈ തെളിവുകൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും കിടപ്പറയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള ദൃശ്യങ്ങളും മറ്റുമാണ് ഈ ലൈവിലൂടെ വന്ന് പ്രചരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ ഒരു വസ്തുത എന്നത് വളരെ ചെറിയ കുട്ടികളാണ്, അതായത് പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത വളരെ ചെറിയ കുട്ടികളാണ് ഈ ദൃശ്യങ്ങളും ഈ സംഭവങ്ങളും ഒക്കെ കാണുന്നത്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. ഈ തൊപ്പിക്ക് മറുപടി എന്നോണം പരസ്പരം ചെളി വാരിയെറിയലിന്റെ ഭാഗമായി തൊപ്പിയുടെ മുറിയിൽ കയറി ഈ മറ്റ് സഹപാഠികളായിരുന്ന ആളുകൾ, സഹപ്രവർത്തകരായിരുന്ന ആളുകൾ തൊപ്പിയുടെ മുറിയിൽ നിന്ന് കഞ്ചാവടക്കം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഉറപ്പായും ഈ തൊപ്പി എന്ന നിഹാദ് താമസിച്ചിരുന്ന വീട്, അതോടൊപ്പം തന്നെ ഈ സംഘാംഗങ്ങൾ താമസിച്ചിരുന്ന വീട്, ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തണമെന്നുള്ള വ്യാപകമായിട്ടുള്ള ആവശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സജീവമായി നടക്കുന്നുണ്ടെന്നും. എന്താണ് എല്ലാം കയ്യിൽ നിന്ന് പോവാ? അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ?
ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. മാത്രമല്ല ഈ സ്റ്റാർഡം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരുപാടധികം ആളുകൾ ഫോളോ ചെയ്യുന്നു എന്നുള്ള സ്റ്റാർഡം ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ എടുക്കാനും പരിചയം കാണിക്കാനും ഒക്കെ എത്തുന്ന സ്ത്രീകളുമായി പോലും വളരെ മോശം ബന്ധം സ്ഥാപിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു എന്ന് ഈ അതായത് നിഖിൽ ഗുരുതരമായ കുറ്റങ്ങൾ ഈ തൊപ്പിക്കെതിരെ ഉണ്ട്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അശ്ലീല പ്രദർശനം, ലഹരി മരുന്ന്, കൂടാതെ പോക്സോ ഉൾപ്പെടെയുള്ളത് ഇയാൾക്കെതിരെ ചുമത്താനുള്ള വകുപ്പുകളുണ്ട് അല്ലേ? അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ, തീർച്ചയായും അനുജ, അതായത് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഇന്നലെ DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകുകയും ആ പരാതിയിന്മേൽ നടപടി സ്വീകരിച്ചുകൊണ്ട് അതിന്മേൽ ഒരു അന്വേഷണത്തിന് ഇതിനോടകം തന്നെ തീരുമാനമാവുകയും ചെയ്തിട്ടുള്ളത്. അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതായത് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തിയതിനെ തുടർന്ന് ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അശ്ലീല പ്രദർശനം, ലഹരി ഉപയോഗം, സൈബർ കുറ്റകൃത്യം, മാനസിക ശാരീരിക പീഡനം തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ സൈബർ ഓപ്പറേഷൻ SP അങ്കിത് അശോകിന് ഈ കേസിന്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ഒരു പക്ഷേ വൈദ്യ പരിശോധന അടക്കം നടത്തിയാലേ എന്തോരം ലഹരി മരുന്നിന്റെ വിപണനം, ഉപയോഗം അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്, ഈ വീടുകളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകൂ. ഇത് ഈ വ്യക്തികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു വലിയ സാമൂഹിക പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജെൻസി വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാടധികം കുട്ടികളുടെ ഹീറോ ആണ് കേരളത്തിൽ തൊപ്പി, അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ തൊപ്പി. അപ്പോൾ തൊപ്പി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ അനുകരിക്കാനുള്ള ഒരു പ്രവണത സ്വാഭാവികമായിട്ടും കുട്ടികളിൽ ഉണ്ടാകും. അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഈ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്ററിവുകൾക്കോ ഒക്കെ അപ്പുറത്ത് ഇങ്ങനെ ഒരു അടച്ചിട്ട മുറിയിൽ ഒരു സ്ട്രീമിംഗ് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നുകൊണ്ട് ആളുകളെ അഭിസംബോധന ചെയ്യുന്നു, വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയുന്നു. അവർക്ക് വലിയ പ്രതിഫലം, അതായത് ഈ കിക്കിലാണ് പ്രധാനമായും തൊപ്പി സ്ട്രീം ചെയ്തിരുന്നത്. അവിടെ 1 മണിക്കൂർ സ്ട്രീം ചെയ്യുന്നതിന് 25,000 രൂപയൊക്കെയാണ് ഇയാൾക്ക് പ്രതിഫലം ലഭിച്ചിരുന്നത് എന്നുള്ളതാണ് ഇയാൾ തന്നെ ലൈവിലൂടെ വന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കരിയർ ഉണ്ട്, ഞാൻ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്നതാണ് ഇപ്പോൾ ഈ തൊപ്പിയുടെ നടപടി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. സമീപ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ തുടർന്നു പോന്നിരുന്ന രീതികൾ ഇത് തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള വളരെ മോശം സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറുകയായിരുന്നു തൊപ്പി. എന്തായാലും തൊപ്പി തെറിക്കുമോ എന്നുള്ളത് അറിയാൻ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കണം. ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയത്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.